ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയനെതിരായ ഹൈക്കോടതി ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ അത് ശരിയാകില്ല എന്ന് ഹൈക്കോടതി കൃത്യമായി പറയുന്നു. സംസ്ഥാന മന്ത്രിയായതിനാൽ അതിനു മുകളിലുള്ള ഏജൻസി കേസ് അന്വേഷിക്കണം എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഇപ്പോൾ കോടതി ഉത്തരവിന്റെ പകർപ്പ് കൂടി 24 ലഭിക്കുന്നപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വ്യക്തമായി കോടതി നിരീക്ഷിച്ചിട്ടുണ്ടെന്ന കാര്യം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ മന്ത്രിക്കെതിരെ മറ്റൊരു ഏജൻസി, അതായത് സർക്കാർ മന്ത്രി ആയതുകൊണ്ട് തന്നെ, സംസ്ഥാന മന്ത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അന്വേഷണം അത് പോരാ എന്ന് എന്തുകൊണ്ട് കോടതി പറയുന്നു? അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കോടതി എന്താണ് നൽകിയിരിക്കുന്നത്? പ്രജിൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അട്ടിമറി അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ളതാണ് നിലവിലിപ്പോൾ കോടതിയിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ഈ ഉത്തരവ്. അതായത് ഈ കേസ് എങ്ങനെ പോലീസ് അട്ടിമറിച്ചു എന്ന് എണ്ണം പറഞ്ഞ തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോടതി ഈ ഉത്തരവ് പറഞ്ഞിട്ടുള്ളത്. ആരോപണ വിധേയൻ സംസ്ഥാന മന്ത്രി ആയതിനാൽ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ചാൽ ശരിയാകില്ലെന്ന് കോടതി പറയുന്നു. അതിന് മുകളിലുള്ള ഒരു ഏജൻസി കേസ് അന്വേഷിക്കണം, അത് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറയുന്നത്. മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴി മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയത്. അവരിൽ ഭൂരിഭാഗവും പാർട്ടി പ്രവർത്തകരായതിനാൽ പക്ഷപാതപരമായ മൊഴിയാകും ലഭിച്ചിട്ടുണ്ടാവുക എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. അവരുടെ മൊഴി മാത്രം ആശ്രയിക്കുന്നത് നീതിയുക്തമായ അന്വേഷണം എന്ന് പറയാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. ആരോപണ വിധേയനെ സംഭവവുമായി ബന്ധിപ്പിക്കുന്ന മുഴുവൻ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥൻ ശേഖരിച്ചില്ല എന്നുകൂടി കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം വരും മുൻപേ അന്തിമ റിപ്പോർട്ട് ഈ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചതും കോടതി സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. കോടതി മുമ്പാകെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാതിരിക്കുക വഴി സുപ്രധാന തെളിവുകൾ മറച്ചുവെച്ചു എന്നുള്ള കാര്യവും ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറയുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ തങ്ങൾ പരിശോധിച്ചു എന്നും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നും മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഉദ്യോഗസ്ഥൻ പറയുകയും മജിസ്ട്രേറ്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. അത് തെറ്റായ നടപടിയാണ് എന്ന് കോടതി അടിവരയിട്ട് പറയുന്നു ഉത്തരവിൽ. അതായത് ഈ കേസ് എങ്ങനെ പോലീസ് അട്ടിമറിച്ചു എന്നുള്ളതാണ് കോടതി ഈ ഉത്തരവിന്റെ ഏറ്റവും ഒടുവിലായി പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഒടുവിലായി കോടതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സമയബന്ധിതമായി ഉന്നത ഉദ്യോഗസ്ഥൻ, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ, അത് മറ്റൊരു സുപ്പീരിയർ ഏജൻസി ഈ കേസ് അന്വേഷിക്കണം, അത് ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. മന്ത്രിയായ വ്യക്തി, ആരോപണ വിധേയൻ സംസ്ഥാന മന്ത്രിയായതിനാൽ SHO തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിച്ചാൽ ശരിയാകില്ല എന്നുകൂടിയാണ് കോടതി പറഞ്ഞു വെക്കുന്നത്. അതായത് കേസ് അട്ടിമറിച്ചു എന്ന് പറയാതെ പറയുന്നു, പരോക്ഷമായി പറയുകയാണ് കോടതി. വ്യക്തമാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഉത്തരവിന്റെ പകർപ്പ് ഇപ്പോൾ 24 ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നു, ഒരു ലോക്കൽ പോലീസ് അന്വേഷിക്കേണ്ട വിഷയമല്ല ഇതെന്ന്. സംസ്ഥാന മന്ത്രിയാണ് പ്രതിസ്ഥാനത്തുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു ഹയർ ഏജൻസി അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അത് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം പോകണം എന്ന് കൃത്യമായൊരു നിർദ്ദേശം ആ രീതിയിൽ തന്നെ വായിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുമ്പോൾ എന്താണ് ഇതിൽ ഇനി സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്, ഒപ്പം തന്നെ തുടർ പ്രതികരണങ്ങൾ എന്താണ്, അതൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.